മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. അത്രയധികം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. പോലീസ് വേഷമായാലും ഒരു റൗഡിയുടെ വേഷമായാലും അല്ലെങ്കിൽ ഒരു അണ്ടർവേൾഡ് ഡോൺ ആയാലും അങ്ങനെ ഒരു കൃഷിക്കാരൻ്റെ വേഷം, ഒരു കുടുംബസ്ഥൻ്റെ വേഷം ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി അധികം ചെയ്യാത്ത ഒരു വേഷമാണ് രാഷ്ട്രീയക്കാരൻ്റെ വേഷം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വൺ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി മുഖ്യമന്ത്രിയായി. അതിനു മുമ്പേ ഏകദേശം ഒരു 27 വർഷങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു മുഴുനീള വേഷം അവതരിപ്പിച്ചത്. ആ സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു ബാലചന്ദ്രൻ മേനോൻ. 80കളിൽ ഒരു വർഷം മിനിമം 3 സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കുടുംബ ചിത്രങ്ങളുടെ ഒരു സംവിധായകൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മിക്ക സിനിമകളിലും അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ തുടക്കകാലത്ത് കുറച്ച് സിനിമകൾ, അതായത് ബാലചന്ദ്രൻ മേനോനുമായി സഹകരിച്ചിട്ട് കുറച്ച് സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരൊരു സൂപ്പർ സ്റ്റാർ ആയ ശേഷം, അതായത് ഒരു 86 ശേഷം അധികം അവർ അഭിനയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ബാലേന്ദ്ര മേനോന്റെ സിനിമകളിൽ കൂടുതൽ ബാലേന്ദ്ര മേനോൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരു 85 ശേഷം അധികം ബാലചന്ദ്ര മേനോൻ സിനിമകൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 90കളിൽ, ഏകദേശം ഒരു 90ൽ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ചർച്ചയും അതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഒരു 3-4 സിനിമകൾ ബാലചന്ദ്ര മേനോന് കുറച്ച് നഷ്ടം വരുത്തി വെച്ചു. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒക്കെ ഒരു ബാധ്യത തീരണമെങ്കിൽ ഒരു ഷുവർ ഷോട്ട് സിനിമ ചെയ്യണം. അപ്പോൾ അന്ന് ബാലചന്ദ്ര മേനോൻ ആലോചിച്ചു, മോഹൻലാലും മമ്മൂട്ടി ഈ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഡേറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇവരെ വെച്ചൊരു സിനിമ ചെയ്താൽ തൽക്കാലത്തേക്ക് എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും, അതായത് ഈ ഒരു ബാധ്യതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ബാലേന്ദ്രൻ ആലോചിച്ചു, പണ്ട് ഞാൻ ഇവരെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഏകദേശം മോഹൻലാൽ ഒരു നായകത്തോളം തുല്യമായുള്ള ഒരു വേഷം ചെയ്തത് കേൾക്കാത്ത ശബ്ദത്തിലാണ്. അതായത് അദ്ദേഹം 80ൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിൽ വന്ന് 82ലാണ് കേൾക്കാത്ത ശബ്ദം സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ മമ്മൂട്ടി ബാലേന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സൂപ്പർ സ്റ്റാർസ് ആയ ശേഷം ഇവർ തിരക്കായതുകൊണ്ട് ബാലേന്ദ്ര മേനോൻ ഒരിക്കലും ഇവരുടെ ഡേറ്റ് ഒന്നും തേടി പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്ര മേനോൻ ആലോചിച്ചു, ഒന്ന് ഇവരെ അപ്രോച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് തീർന്നു. അപ്പോൾ മോഹൻലാൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഇതിലാണ് മോഹൻലാൽ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ ആ സമയത്ത് കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അന്നൊരു സംവിധായകൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സംവിധായകൻ്റെ പടം ഞാൻ മാറ്റി വെച്ചിട്ട് മേനോൻ സാറിൻ്റെ ഡേറ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്ര മേനോന് തോന്നി അത് ശരിയല്ല, വേണ്ട, അങ്ങനെ വേറൊരാളുടെ ഡേറ്റ് തട്ടിപ്പറിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ അടുത്ത് പോകുന്നു. പിന്നെ മമ്മൂട്ടിയാണ്. അപ്പം മമ്മൂട്ടിയും ഇതേപോലെ തന്നെ നല്ല തിരക്കാണ്. അപ്പം മമ്മൂട്ടി അടുത്ത് ചെന്നിട്ട് ഡേറ്റ് വെച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് കുറേ സിനിമകളുണ്ട്, എനിക്ക് കൃത്യം ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല, എന്തായാലും നമുക്കൊരു പടം ചെയ്യാം, നല്ലൊരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ റെഡിയാക്കിക്കോ, ഇനി എന്നെ വിളിക്കേണ്ട, ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിച്ചോളാം, എൻ്റെ ഏതെങ്കിലും ഒരു പടം മാറിപ്പോവും, അപ്പം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു ബാലേന്ദ്ര മേനോൻ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്ര മേനോൻ ഇറങ്ങിയപ്പോൾ ബാലേന്ദ്ര മേനോൻ ധൈര്യമായി. കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടി. അങ്ങനെ മമ്മൂട്ടി ബാലേന്ദ്ര മേനോൻ കോംബോയിൽ ഒരു സിനിമ വരുന്ന രീതിയിൽ ഒരു ന്യൂസ് ബാലേന്ദ്ര മേനോൻ എല്ലാ മാഗസീൻസിനും കൊടുത്ത് അങ്ങ് സ്പ്രെഡാക്കി.